നമസ്കാരം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച നിരവധി നേതാക്കൾ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. നൽവയിൽ നിന്നുള്ള മുൻ മന്ത്രി സമ്പത്ത് സിംഗ്, ടികാവിൽ നിന്നുള്ള മുൻ MLA ലളിത് നഗർ, വല്ലഭ്ഗഡിൽ നിന്നുള്ള ശാരദ റാത്തോഡ് എന്നിവരാണ് സ്വതന്ത്രരായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേരത്തെ രോഹിത രേവതി, ചിത്ര സർവാര, രാംകിഷൻ തുടങ്ങിയ നേതാക്കളും പത്രിക നൽകിയിരുന്നു. സീറ്റ് ലഭിക്കാതിരുന്നതോടെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നായിരുന്നു ലളിത് നഗർ ആരോപിച്ചത്. ആഘോഷപൂർവ്വം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയാണ് താൻ അനുയായികളെ ക്ഷണിച്ചിരുന്നത്. എന്നാൽ എന്റെ ശത്രുക്കൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തി. ശക്തനായ ഒരു നേതാവിനെയാണ് ടിഗോണിൽ നിന്നും കോൺഗ്രസ് മത്സരിപ്പിച്ചതെങ്കിൽ തനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജനങ്ങൾക്ക് പോലും അറിയാത്ത നേതാവാണ് രോഹിത് നഗർ. ഇനി ജനങ്ങളാണ് എനിക്ക് വേണ്ടി പോരാടേണ്ടത് എന്ന് ലളിത് നഗർ പറഞ്ഞു. മുൻ മന്ത്രി നിർമ്മൽ സിംഗിന്റെ മകൾ സർവാരയും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പാർട്ടി നടത്തിയ വിവിധ സർവേകളിൽ ഏറെ മുന്നിലായിട്ട് കൂടി കോൺഗ്രസ് തന്നെ അംബാല കൺട്രോൾമെന്റ് സീറ്റിൽ മത്സരിപ്പിച്ചില്ലെന്നും ഈ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും സർവാര പറഞ്ഞു. മണ്ഡലത്തിൽ ശക്തമായ പ്രവർത്തനമായിരുന്നു ഞാൻ കാഴ്ചവെച്ചത്. ജനങ്ങളുടെ വലിയ പിന്തുണയും സ്നേഹവും എനിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നേതൃത്വം തന്നെ അവഗണിച്ചതെന്ന് അറിയില്ല എന്ന് സർവാര പറഞ്ഞു. മുൻ MLA റാത്തോഡും സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി. സീറ്റ് ലഭിക്കാതിരുന്നതോടെ അവർ അനുയായികൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. പാർട്ടി റാത്തോഡിനെ ചതിച്ചുവെന്ന് അനുയായികൾ ആരോപിച്ചു. 90 അംഗ നിയമസഭയിലേക്ക് 85 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്നത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെ ഇക്കുറി മത്സര രംഗത്തുണ്ട്. സീറ്റ് ലഭിക്കാത്തതിനെ ചൊല്ലി പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലുള്ള പണി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ പല തന്ത്രങ്ങളും മെനയുന്ന തിരക്കിലാണ് കോൺഗ്രസ് ഇപ്പോൾ. നേരത്തെ ആം ആദ്മിയുമായി സഖ്യസാധ്യത തേടിയെങ്കിലും സീറ്റ് വിഭജനം കല്ലുകടിയായതോടെ ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഏത് തന്ത്രം പയറ്റിയാലും ഒടുവിൽ തിരിച്ചടി മാത്രമാണ് പാർട്ടിക്ക് ഫലമായി കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ പണി കിട്ടുമോ എന്ന ഭയത്തോടെയാണ് കോൺഗ്രസ് ഓരോ കരുക്കളും നീക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.